അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതിശക്തമായ അത്രയ്ക്കും മഹത്വമേറിയ ഒരു അമലാണ്. ഇത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച പല കാര്യങ്ങളും വളരെ വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി എത്ര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലായാലും ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് എന്ന് ഭയന്നിരിക്കുന്നവരായാലും ഇന്ന് എനിക്ക് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എൻ്റെ മാനം തന്നെ പോകും. അത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്ന സാഹചര്യം ആയാലും ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഈ പറഞ്ഞ ഈ അമൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യം അത് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അത് സാധിച്ചിരിക്കും. ഇത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ ഇത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് കണ്ണു തുറക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് സാധിപ്പിച്ചു തരുകയും ചെയ്യും. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ നിയ്യത്താണ്. ഇതിന് നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ മറ്റുള്ള അനാവശ്യ ചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല. ഒരു അനാവശ്യ ചിന്തകളും ഇത് നിയ്യത്ത് വെക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കണം. ആ ഒരു നിയ്യത്തിലാണ് ബാക്കിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഓരോ ഉമ്മമാരും ഈ കമന്റ് ബോക്സിൽ വന്ന് ഓരോ വിഷമങ്ങൾ പറയാറുണ്ട്. എൻ്റെ മകന്റെ വിസ ശരിയാകുന്നില്ല, എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞിട്ട് 5-10 വർഷങ്ങളായി, പക്ഷെ ഇതുവരെ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടില്ല, എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ മകന്റെ കല്യാണം നടക്കുന്നില്ല, മകന് ജോലിയില്ല, എൻ്റെ ഭർത്താവ് അസുഖമാണ്. അങ്ങനെ പറഞ്ഞ് പല പല രീതിയിൽ കരഞ്ഞുകൊണ്ട് വിഷമങ്ങൾ പറയുന്ന പല ഉമ്മമാരും കാണുന്നുണ്ട് ഈ കമന്റിലൂടെ. അതൊക്കെ ഓർക്കുമ്പോൾ നല്ല വിഷമവും തോന്നാറുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങൾ സഹിക്കുന്ന ഉമ്മമാർക്ക് വളരെ വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു അമലാണ്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചൊല്ലേണ്ടത് 501 പ്രാവശ്യമാണ്. ഒരു ദിവസം 501 പ്രാവശ്യം. ഇപ്പം നമുക്ക് സ്വസ്ഥതമായി ചെല്ലാൻ പറ്റുന്ന ഏത് സമയമാണോ ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ലത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. നമുക്ക് എപ്പോഴാണോ സ്വസ്ഥതമായി തോന്നുന്നത്, ആരുടെയും ശല്യമില്ലാത്തത് എപ്പോഴാണോ ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ ആയത്തുൽ കുർസി 501 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. അതിനു മുന്നേ ആയിട്ട് നമ്മൾ നിയ്യത്ത് വെക്കണം. എൻ്റെ റബ്ബേ, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇത്ര ഓതി തീർത്തേക്കാം. ഒരെണ്ണം നിങ്ങൾ കണക്ക് വെക്കുക. ഒരാഴ്ച കൊണ്ട് 501 ആവുമ്പോൾ ഒരു ദിവസം 501, അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ ഓതി തീർത്തേക്കാം, എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെക്കുമ്പോൾ മറ്റുള്ള ഒരു അനാവശ്യ ചിന്തകളും മനസ്സിൽ വരാൻ പാടില്ല. നിയ്യത്ത് വെക്കുക. അതിനുശേഷം സ്വലാത്തുകൾ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഇതിനുശേഷം നിങ്ങൾ ഇത് ഓതി തുടങ്ങുക 501 പ്രാവശ്യം. രാവിലെ തഹജ്ജുദിന് തുടങ്ങി സുബ്ഹിക്ക്, അസർ, വഹർ, അസർ, എല്ലാ നിസ്കാരവും നമുക്ക് ഉൾപ്പെടുത്തി പകുതി 501 ഒറ്റ ഇരിപ്പിൽ തന്നെ 501 എണ്ണം ഓതി തീർക്കണം എന്നല്ല പറയുന്നത്. ഈ 5 പറഞ്ഞ നമസ്കാരത്തിൽ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിനു ശേഷം നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സാവധാനം പയ്യെ ഇത് ഓതി അവസാനിപ്പിക്കുക. പിന്നെ ഇത് ഓതി ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നടത്തി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസവും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി എന്ത് വലിയ ആഗ്രഹവുമായിക്കോട്ടെ, ഇത് നടക്കുമോ എന്നുള്ള ഒരു സംശയത്താൽ ഇതാരും ചെയ്യാൻ പാടില്ല. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കിത് നടത്തി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യാൻ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.